ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നിതയും പിന്നെ വരുണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും എനിക്ക് നിന്നെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് നിത. അവനെ പോലെ ഒരുത്തൻ നിന്നെ ഒരുപാട് പറ്റിച്ചു അല്ലേ? അങ്ങനെ പറ്റിച്ചാൽ എന്താ വരുണേട്ടാ, എനിക്ക് വരുണേട്ടനെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് മനോഹറിൻ്റെ മെസ്സേജ് കണ്ടതും നമ്മുടെ വരുണ്ടേ അവനെ മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നെ ഒന്ന് കാണണമെന്ന്. എന്നാൽ പിന്നെ ചെല്ല് വരുണേട്ടാ, അവനെ കടയിലേക്കല്ലേ പോയത് പർച്ചേസിങ്ങിന്. അങ്ങനെയുള്ളപ്പോൾ വരുണേട്ടന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാണും, അതുകൊണ്ട് ചിലപ്പോൾ അത് തരാനായിട്ട് വിളിക്കുന്നതായിരിക്കും. അത് ശരിയാ, എന്നാൽ പിന്നെ ഒന്ന് ചെന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക. പിന്നെ നിത, എനിക്കിപ്പോൾ പ്രൈവറ്റ് ജോബാണ്, ഒരു കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക് മാറിക്കൊണ്ടിരിക്കണം. പക്ഷേ എന്തായാലും ഞാൻ ഈ നാടകം കളിക്കുന്നുണ്ട്, ഈ നാടകം കളിക്കുന്നത് വരെയുള്ള എൻ്റെ ചിലവുകൾ കിരണേട്ടനെ കല്യാണി ചേച്ചി നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ മനോഹറിനോടല്ല നന്ദി പറയേണ്ടത്, കിരണേട്ടനോടും കല്യാണിയോടുമാണ്. കാരണം എനിക്ക് വരുണേട്ടനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടാൻ കാരണക്കാരായത് അവരാ. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ്. മനോഹർ അവിടെ കാത്തിരിക്കുക. അപ്പോഴേക്കും വന്ദനയായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം മനോഹർ, ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? അപ്പോൾ വന്ദന ഇല്ല എന്നും ആംഗ്യ ഭാഷയിൽ. ഞാൻ മോളുവിനെ വിളിച്ചതെന്തിനാണെന്നറിയാമോ? ദേ ഈ ഗിഫ്റ്റ് തരാനാ. ഇതൊക്കെ എന്താ ജീവേട്ടാ എന്നും വന്ദന ചോദിക്കുക. അത് കേട്ടതും ഇത് എൻ്റെ മോളുവിന് 2 സാരിയാ. ഞാൻ കുറച്ച് പർച്ചേസിന് പോയേ, പർച്ചേസ് ചെയ്തപ്പോൾ 2 സാരി കണ്ട് ഇഷ്ടപ്പെട്ടു, മോളുവിന് വേണ്ടി മേടിച്ചതാ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നും വന്ദന. അതെന്താ അങ്ങനെ? ഒരാളൊരു സാധനം മേടിച്ചു തരുമ്പോൾ അത് സന്തോഷത്തോടെ 2 കൈ നീട്ടി സ്വീകരിക്കണം, അല്ലാതെ അത് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്, മനസ്സിലായോ എന്നൊക്കെ പറയുക. അത് കേട്ടത് വന്ദന ചിരിച്ചുകൊണ്ട് ആ സാരി മേടിക്കുക. അതെ, അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിന്? അറിയില്ല എന്നും വന്ദന. ചിലപ്പോഴേ എന്നെ കാണുന്നത് എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. ഈശ്വര, ചിലപ്പോൾ സ്വത്തുക്കൾ എന്തെങ്കിലും എനിക്ക് എഴുതിത്തരാമെന്ന് പറയാനായിരിക്കും. അതെ, ഞാൻ മോളുവിനെ കല്യാണം കഴിക്കാൻ പോവാ. അങ്ങനെയുള്ളപ്പോൾ മോളുവിൻ്റെ അച്ഛൻ എന്നെ കാണണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും, ഞാൻ ഉറപ്പായിട്ടും വരാം എന്നൊക്കെ പറയുകയാണ് ഈ സമയം നമ്മുടെ വന്ദന. അതെ, എന്നാൽ ജീവേട്ടൻ ചെല്ല്. ശരി മോളു. പിന്നെ നാളെ ഞാൻ വീട്ടിൽ വരുമ്പോൾ മോളു ഇതിൽ ഏതെങ്കിലും ഒരു സാരി ഉടുത്തിട്ട് വേണം വരാൻ. 2 സാരി ഉടുത്ത് കാണിക്കാം എന്നും വന്ദന. ഈ സമയം ശരി ആയിക്കോട്ടെ, എന്നാൽ പിന്നെ 2 ഉടുത്ത് കാണിക്കണേ എന്നൊക്കെ പറയണം. അങ്ങനെ നമ്മുടെ വരുണ അവിടെ ഒന്നും പോവുകയാണ്. ഈ സമയം മനോഹർ, എന്തായാലും നീത പോയെങ്കിൽ എന്താ, നല്ല ഒന്നാന്തരം ഒരു ഭംഗിയുള്ള സുന്ദരിയല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത്, കൂടാത്തതിന് പണക്കാരിയും. ഇതിനേക്കാൾ മുകളിൽ എനിക്ക് വേറെ എന്ത് വേണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയും വിക്രത്തിനെയും ഒക്കെയാണ്. അവരിങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുക. അപ്പോൾ മറ്റൊരിടത്ത് നമ്മുടെ മൂങ്ങയാണ് കാണിക്കുന്നത്. മൂങ്ങയാണെങ്കിൽ കിരണിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നിരിക്കുക. കല്യാണി തുറന്നത് മൂങ്ങ ഓടിച്ചെന്ന് കിരണിൻ്റെ അടുത്ത് നോക്കി. മോളെ, എന്താ മോളെ ഇത് എന്തൊരു കിടപ്പാ, എൻ്റെ ഈശ്വര, എൻ്റെ മോന് ഒന്നും അറിയുന്നില്ല മോളെ. ഇല്ല അമ്മൂമ്മേ, ഒന്നും അറിയില്ല. ആരെയും കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ആരെയും മനസ്സിലാവുന്നില്ല. ആകെ മൊത്തത്തിൽ ഭയങ്കര സങ്കടത്തിലാണ് എൻ്റെ കിരണേട്ടനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കിരണേട്ടൻ എന്നെ പോലും മനസ്സിലാവുന്നില്ല അമ്മമ്മേ. ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല അമ്മമ്മേ. ഈശ്വരന്മാരെ, എന്തൊരു കഷ്ടമാണ്. നന്മയുള്ളവരെ ഒരുപാട് സ്നേഹിക്കുമെന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്നാലും ദ്രോഹിക്കാതിരുന്നൂടെ? എന്തിനു വേണ്ടിയാ ഈ പാവത്തിനെ ഇങ്ങനെ ദ്രോഹിച്ചിരിക്കുന്നത്? നിന്നോട് എന്ത് തെറ്റാണ് ഇവർ ചെയ്തത്? ഒരുപാട് പേരെ സഹായിക്കുന്നവരാ, ഒരുപാട് പേരെ സ്നേഹിക്കുന്നവരാ, തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുന്നവരാ. അങ്ങനെയുള്ള ഈ മോനെ നീ എന്തിനാ ശിക്ഷിച്ചത് ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ കരയുക. മൂങ്ങയുടെ കരച്ചിൽ കണ്ട് കല്യാണിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുക. അമ്മമ്മേ, എനിക്ക് എൻ്റെ കിരണേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ സഹിക്കുന്നില്ല അമ്മമ്മേ. വിഷമിക്കേണ്ട മോളെ. അമ്പലത്തിലൊക്കെ പോയി ഒരുപാട് പൂജയൊക്കെ കഴിച്ചിട്ടുണ്ട്. മോൾക്കും മോൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും വൃദ്ധസദനത്തിലെ അമ്മമാരും എല്ലാവരും പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് വേണ്ടി. ഒരാപത്ത് സംഭവിക്കില്ല. എന്നിട്ടും എല്ലാം മറികടന്ന് കിരൺ മോൻ ഇങ്ങനെ സംഭവിച്ചു ഓർക്കുമ്പോഴാണ് എനിക്ക് ദൈവങ്ങളോട് പോലും ദേഷ്യം തോന്നുന്നത്. എന്തായാലും എൻ്റെ പ്രാർത്ഥന എന്നും ഉണ്ടാവും മക്കളെ, പേടിക്കണ്ട കേട്ടോ, ഒന്നും സംഭവിക്കില്ല. ആരാ മോളെ ഇത് ചെയ്തത്? ആരാണെന്ന് മോക്കറിയോ എന്നും മൂങ്ങ ചോദിക്കുക. അത് പിന്നെ അന്ന് അച്ഛനും അമ്മയും ഒന്നിച്ചത് ആ ബകാസുരന് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാകുമ്മേ. ചിലപ്പോൾ അയാളായിരിക്കാം.
അവനെ മാത്രം സംശയിക്കേണ്ട മോളെ. എൻ്റെ മോനെന്ന് പറയുന്ന ഒരുത്തനും എൻ്റെ കൊച്ചുമോനെന്ന് പറയുന്ന ഒരുത്തനും ഇതിൽ പ്രതികളായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. എവിടെ എപ്പോൾ ഇറങ്ങുമ്പോഴും കൂടെ ഒരാളുണ്ടായിരിക്കണം. ആയുധം കയ്യിൽ കരുതണം. ഒരുത്തനെയും വെറുതെ വിടരുത് മോളെ. അങ്ങനെ വെറുതെ വിട്ടാൽ ചിലപ്പോൾ അത് വേറെ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തും. അത് കേട്ടതും കല്യാണി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കുക. ഈ സമയമാണെങ്കിൽ മൂങ്ങ കിരണിൻ്റെ കൈകൾ താങ്ങിയെടുത്തു. അതിനുശേഷം ആ കയ്യിലൊന്ന് തടകിയിട്ട് ഒന്നും സംഭവിക്കില്ല കേട്ടോ. എൻ്റെ മോൻ നല്ല മനസ്സുള്ള മോനാ. ഈ മോന് ഒരാപത്ത് സംഭവിക്കില്ല. അധികം വൈകാതെ തന്നെ മോൻ്റെ ഓർമ്മയൊക്കെ തിരിച്ചു വരും. എല്ലാവരെയും മനസ്സിലാകും. ധൈര്യമായിട്ടിരിക്കും മോനെ. അമ്മമ്മേ, കാദംബരി ചേച്ചിയുടെ വീട്ടിൽ പോയായിരുന്നു മോളെ. അവരൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല അമ്മമ്മേ, ഒന്നും അറിയിച്ചില്ല. പ്രസവിച്ച് കിടക്കുമല്ലേ. ഇനി എന്തെങ്കിലും അറിഞ്ഞാൽ ഓടി ചിലപ്പോൾ ഇങ്ങോട്ട് വരും. അതുകൊണ്ടൊന്നും പറഞ്ഞില്ല അമ്മമ്മേ എന്നും പറയുക. ശരി മോളെ, എന്ന് ഞാൻ ചെല്ലട്ടെ. പ്രാർത്ഥിക്കണം, ഒരുപാട് പ്രാർത്ഥിക്കണം. എൻ്റെ ഈ നന്മയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോള് നോക്കിക്കോ, ആ രാക്ഷസനെന്ന് പറയുന്നവനെ അവൻ്റെ മകൻ തന്നെ വെട്ടിക്കൊല്ലും. ഇന്ന് എത്രയോ വാർത്തകൾ ഞാൻ കാണുന്നു. അച്ഛൻ മകനെ കുത്തിക്കൊന്നു, അച്ഛൻ മകനെ വിഷം കൊടുത്തു കൊന്നു എന്നൊക്കെ. മകൻ അച്ഛനെ വിഷം കൊടുത്തു കൊന്നു, മകൻ അച്ഛനെ കുത്തിക്കൊന്നു എന്നൊക്കെ. ഇങ്ങനെയൊക്കെ വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, അവനെ അവൻ്റെ മകൻ കൊല്ലണം, അവൻ ജയിലിൽ പോകണം, എന്നിട്ട് ഈ ഭൂമി ഒന്ന് ക്ലിയർ ആവണമെന്നൊക്കെ. എൻ്റെ മോളെ, അമ്മയ്ക്ക് ഇതൊക്കെ കഴിയൂ. എന്നാൽ അമ്മമ്മ വരട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അങ്ങ് പോവുക. മൂങ്ങ പോയി കഴിഞ്ഞതും കിരൺ കണ്ണുറന്നിട്ടും നമ്മുടെ കല്യാണിയോട്, എന്തായാലും നിൻ്റെ അമ്മമ്മയുടെ മാറ്റം ഇത് ആത്മാർത്ഥമായിട്ടുള്ള മാറ്റം തന്നെയാണ് കല്യാണി. അതുകൊണ്ട് ഇനി അവർ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് പോവില്ല എന്ന് വിശ്വസിക്കാം അല്ലേ? അതെ കിരണേട്ടാ. പക്ഷേ ഇപ്പോൾ ഒന്നും അമ്മമ്മ അറിയണ്ട. കാരണം അമ്മമ്മ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നത്തിലേക്ക് ചെന്നെത്തിക്കും. അതുകൊണ്ട് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതെ കല്യാണി, അത് തന്നെയാണ് ഞാനും ആലോചിച്ചിരിക്കുന്നത്. എന്തൊക്കെ ചെയ്താലും ഇനി നടക്കാൻ പോകുന്നതാണോ അത്യുഗ്രൻ ട്വിസ്റ്റ്. എനിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. നിന്നെയോ വേറെ ആരെയോ തിരിച്ചറിയാത്തൊരവസ്ഥ. അങ്ങനെ വരുമ്പം എല്ലാവരും സന്തോഷിക്കും. രാഹുൽ അടക്കം എല്ലാവരും, പ്രകാശനും വിക്രമും എല്ലാവരും സന്തോഷിച്ച് ആഘോഷിക്കട്ടെ. ആ ആഘോഷം അവസാനം എവിടം വരെ എത്തുമെന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ കിടക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് വിക്രം പ്രകാശനും രാഹുലിനും ചായ ഇട്ട് കൊടുക്കുക. ഇനി എന്തായാലും എനിക്കൊരു തോൽവി ഇല്ലട പ്രകാശ. എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് തകർക്കും. അത്രയ്ക്ക് എന്നെ വിഷമിപ്പിച്ചവരാ, അത്രയ്ക്ക് എൻ്റെ ജീവിതം തകർത്തവരാ. ഒരെണ്ണത്തിനെയും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിനി സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും. ഒരിക്കലും എനിക്കൊരു തകർച്ച ഇല്ലടാ പ്രകാശ. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരെയും തീർത്ത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും എനിക്ക് ജീവിക്കണം. എൻ്റെ മോളുടെ ജീവിതം സന്തോഷകരമാക്കണം. അതിനു വേണ്ടിയായിരിക്കും ഇനി എൻ്റെ പ്രയത്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരോ ഗേറ്റ് തുറന്നു വരുന്ന ശബ്ദം. മോനെ നോക്കടാ, ആരാണെന്ന് നോക്കടാ എന്നും പ്രകാശൻ. അത് കേട്ടത് വിക്രം വാതിൽ തുറന്നു. അപ്പോഴാണ് മൂങ്ങയെ കണ്ടത്. അച്ഛാ, ദേ ഒരു വിരുന്നുകാരി എത്തിയിട്ടുണ്ടേ എന്നും വിക്രം. അത് കേട്ടതും ആരാടാ വിരുന്നുകാരി? അച്ഛൻ്റെ അമ്മ തന്നെ, വേറെ ആര് എന്നും പറഞ്ഞ് വിക്രം ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും വാതിൽ തുറന്നതും മൂങ്ങ അകത്തേക്ക് കയറി. എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നും വിക്രത്തിൻ്റെ ചോദ്യം കേട്ട് ഒരൊറ്റ അടി മൂങ്ങ വിക്രത്തിൻ്റെ കരണത്തിട്ട്. ഞാൻ എന്തിനാ വന്നതെന്ന് എന്നോടൊക്കെ പറയണമല്ലടാ. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും എന്തിനാടാ ദ്രോഹികളെ ഇതുപോലുള്ള പാപങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നേ? ആ പാപം പിടിച്ച കൊച്ച് ഇതുവരെ ഓർമ്മശക്തി കിട്ടാതെ കിടക്കുക. ചത്ത് ജീവിക്കുന്നതിന് തുല്യമാണ് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നത്. ആരെയും തിരിച്ചറിയാതെ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ അവൻ്റെ കിടപ്പ് കാണുമ്പോൾ എനിക്ക് പോലും സഹിക്കുന്നില്ലടാ ദ്രോഹികളെ. ആ ബകാസുരൻ അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തത്. അതിലെനിക്കൊരു സംശയമില്ല. നീയൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് തന്നെ കാര്യമില്ലടാ. ഈ ഭൂമിക്ക് ഭാരമായിരിക്കുന്ന നീയൊക്കെ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? പോയി ചത്തൂടേടാ എന്നും നമ്മുടെ മൂങ്ങ പ്രകാശനോടും വിക്രത്തിനോടും ചോദിക്കുകയാണ്. ഞങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് അമ്മമ്മയ്ക്ക് അറിയണോ? എന്നാ പറയാം. അവനുണ്ടല്ലോ, എന്നെയും എൻ്റെ അച്ഛനെയും ദ്രോഹിച്ചവർ, ആ കല്യാണിയും കിരണും കാർത്തികയും ഒക്കെ എല്ലാം നശിഞ്ഞ് നാറാണക്കല്ലടിഞ്ഞ് മണ്ണിനടിയിലേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. എന്നാ നീയൊക്കെ നോക്കിക്കോടാ. ചെയ്തത് ബകാസുരനാണെങ്കിലും നീയും നിൻ്റെ അച്ഛനും ഉണ്ടല്ലോ, പുറത്തിറങ്ങി നടക്കാൻ ഒന്ന് പേടിച്ചോ. കാരണമേ നിങ്ങളുടെ ചുറ്റും ഇനി 4 അല്ല
ഈ 16 കണ്ണുകളുണ്ടാവും. അത്രയ്ക്ക് ഗുണ്ടകളുണ്ട് ആ ചന്ദ്രസേനന്, കിരൺ മോൻ്റെ അച്ഛന്. അതറിയാതെയാ നീയൊക്കെ കളിക്കുന്നത്. നിന്നെയൊന്നും അവർ വെറുതെ വിടില്ല. കിരൺ മോൻ എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചാലുണ്ടല്ലോ, നീ ഒന്നും പിന്നെ ജീവിച്ചിരിക്കില്ലടാ. അത് മനസ്സിൽ കുറിച്ചിട്ടിട്ട് ബാക്കിയുള്ളവരെ ദ്രോഹിക്കും. നിനക്ക് മാത്രമല്ല, ആ ബഗാസുരനും ഇനി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. കണ്ടോ, കിരണിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാടാ ദ്രോഹികളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീയൊക്കെ അനുഭവിക്കത്തേ ഉള്ളടാ. നീയൊക്കെ ജീവിതത്തിൽ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. അമ്മ പറഞ്ഞോ, എന്തോരം വേണമെങ്കിലും പ്രാഗിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ലമ്മേ. ഒരു മനുഷ്യൻ നന്നാവുന്നത് കാണാൻ ആർക്കും കഴിയുന്നില്ല. എല്ലാ തെറ്റുകളും മനസ്സിലാക്കി ഒരാൾ നന്നായിട്ട് വരുമ്പോൾ അവരെ സ്നേഹിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും കഴിയുന്നവരാ യഥാർത്ഥ മനുഷ്യർ. അല്ലാതെ ഒരാൾ മാറി വരുമ്പോൾ അവരെ വിശ്വസിക്കാതെ മാറ്റി നിർത്തുന്നവരല്ല എന്നൊക്കെ പറയാം. മതി, നിർത്തടാ. നിൻ്റെ ഈ വർത്തമാനവും അഭിനയവും വെറും അഭിനയമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്നെ പ്രസവിച്ചത് ഞാനാ, അല്ലാതെ നീയല്ല എന്നെ പ്രസവിച്ചത്. എനിക്കറിയാം നിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. പ്രകാശ, നീ നോക്കിക്കോ, നീ പോകുന്നത് അവസാനത്തിലേക്ക്. നിനക്കിനി ഒരു രക്ഷയും ഉണ്ടാവില്ല പ്രകാശ. ആരും തുണയ്ക്കില്ലാതെ നീ നരകിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയെങ്കിലും ഒന്ന് നന്നാവടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങ അവിടെ നിന്നും പോയി. മൂങ്ങ പോയി കഴിഞ്ഞതും അമ്മമ്മയുടെ ഒരു അടി കിട്ടിയാലെന്താ? അവനെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് ശരിക്കൊന്ന് വ്യക്തമായിട്ട് ബോധ്യമായല്ലോ. അതുകൊണ്ട് സമാധാനമുണ്ട്. ഒരടി കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ നിൽക്കുക. ഈ സമയം എടാ, അമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. നമ്മളാണ് ഇതൊക്കെ ചെയ്തതെന്ന് അമ്മ സംശയിക്കുന്നെങ്കിൽ അങ്ങ് സംശയിച്ചോട്ടെ അച്ഛാ. പാതി വഴിയിൽ സുഖവും സൗകര്യവും തേടിപ്പോയവരല്ലേ അവർ. അങ്ങനെയുള്ളപ്പോൾ ഇനി അവരുടെ കാര്യത്തിൽ ഒരു സിമ്പതിയും നമുക്ക് വേണ്ട എന്നും വിക്രം പറയുക. അത് കേട്ടടാ, എത്രയൊക്കെയാലും എൻ്റെ അമ്മയല്ലേടാ, ഞാൻ അവരെ ഒരുപാട് സ്നേഹിച്ചതാടാ. അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ അവരാ സ്നേഹം തിരിച്ചു തരേണ്ടതാ. എന്നാൽ അവർ തിരിച്ചു തരുന്നത് എന്താ? നിങ്ങൾക്ക് കുത്തുവാക്കുകളും ഭീഷണിയും പ്രാക്കും മാത്രം. അങ്ങനെയുള്ളപ്പോൾ ഇനി ആ സ്നേഹം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. അപ്പം മറ്റൊരിടത്ത് വീണ്ടും കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് നമ്മുടെ കല്യാണി വാതിൽ ഉറക്കാണ്. അത് വേറെ ആരും വരുന്നില്ല, ജെറി ജോൺ ആയിരുന്നു, അതായത് ഗംഗാപ്രസാദ്. അയാൾ വന്നതും ജെറിയേട്ടനായിരുന്നോ? ഞാൻ പേടിച്ചുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ കല്യാണി, എന്തിനാ പേടിക്കുന്നേ? അല്ല, ശത്രുക്കൾ ഒരുപാടുണ്ടേ, അതിലാരെങ്കിലും വന്നാണോ എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പേടിക്കേണ്ട കല്യാണി, അങ്ങനെ ആരും ഒന്നും വരില്ല, ധൈര്യമായിട്ടിരിക്കെ. ഇപ്പം എങ്ങനെയുണ്ട് കിരണ്? ഒന്നും പറയണ്ട ചെറിയേട്ടാ, ആകെ സങ്കട. എൻ്റെ കിരണേട്ടൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല ചെറിയേട്ടാ എന്നും പറയാ. എന്താ ഡോക്ടർമാരെന്താ പറഞ്ഞേ? ആയുസിന് കുഴപ്പമൊന്നുമില്ല, ഒരു ആപത്ത് സംഭവിക്കില്ല. പിന്നെ ആകെ വിഷമിപ്പിക്കുന്നത് കിരണേട്ടൻ്റെ അവസ്ഥയാണ്. ആരെയും ഓർമ്മയില്ല, ഈ കിടപ്പ ആരെ കണ്ടാലും മനസ്സിലാകുന്നില്ല. അത് കേട്ടതും ഗംഗാപ്രസാദ് ഒന്ന് ചിരിച്ചു. അതിനുശേഷം കിരണിനെ നോക്കി സഹതാപത്തോടെ, കഷ്ടമായി പോയല്ലോ. എന്നാലും എന്തു ചെയ്യാനാ, ഇത്രയ്ക്കും വലിയൊരു പ്രശ്നത്തിൽ നിന്നും കിരണിനെ രക്ഷിച്ചത് എങ്ങനെയാണെന്ന് തന്നെ ഓർക്കുമ്പോൾ എനിക്കും പേടി തോന്നുക. പിന്നിൽ നിന്ന് അടി വന്നു. അതിനുശേഷം ഞാനില്ലായിരുന്നെങ്കിൽ വീണ്ടും അടി കിട്ടി എന്നെ. പിന്നെ ആളെ ജീവനോടെ കിട്ടുക പോലും ഇല്ലായിരുന്നു. ദൈവമേ, എൻ്റെ ചെറിയേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. 1000 നന്ദി ചെറിയേട്ടാ. വേണ്ട കല്യാണി, എന്തിനാ നന്ദിയൊക്കെ പറയുന്നേ? എൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. അതിന് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കല്യാണി, എന്തായാലും കിരണൊന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കും. കിരണെന്ന് നിസ്സാരക്കാരനൊന്നുമല്ല കേട്ടോ. ഞാൻ ചെന്നപ്പോൾ എത്ര ഗുണ്ടകളെയാ ഒറ്റയ്ക്കടിച്ച് തകർത്തെറിഞ്ഞത്. ഇതവൻ പിന്നിൽ നിന്ന് വന്നോണ്ടാ. മുന്നിൽ നിന്നെങ്ങാനും വന്നിരുന്നെങ്കിൽ ഇന്നത്തോടെ അവൻ്റെ അന്ത്യകർമ്മവും നടത്തായിരുന്നു. എന്ത് ചെയ്യാനാ, എല്ലാവരും എപ്പോഴും ജയിച്ചു എന്ന് വരില്ലല്ലോ കല്യാണി. ചിലപ്പോൾ കിരണിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടാവും, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്. ചെറിയേട്ടൻ്റെ നമ്പർ ഒന്ന് തരണേ. കിരണേട്ടന് സുഖമായി കഴിഞ്ഞാൽ ഞാൻ ചെറിയേട്ടനെ വിളിക്കാം. അപ്പോൾ ചെറിയേട്ടൻ വീട്ടിലേക്ക് വന്നാൽ മതി. അത് കേട്ടതും ഈശ്വര, നമ്പർ കൊടുത്ത പ്രശ്നമാവുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നാൽ ചെറിയേട്ടൻ എൻ്റെ മൊബൈലിൽ സേവ് ചെയ്തേരെ എന്നും പറഞ്ഞ് കല്യാണി മൊബൈൽ കൊടുക്കുക. ഈ സമയം എന്തായാലും നമ്പർ മാറ്റി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ കൊടുത്ത നമ്പർ മാറ്റി കൊടുക്കുകയാണ് ചെറി. എന്നാൽ ഞാൻ ചെല്ലട്ടെ കല്യാണി എന്നും പറയുക. അപ്പോൾ നമ്മുടെ കല്യാണി, ശരി ചെറിയേട്ടാ, എന്തായാലും കിരണേട്ടന് സുഖമായി കഴിഞ്ഞാൽ ചെറിയേട്ടൻ വീട്ടിലേക്കൊക്കെ വരണേ. ശരി കല്യാണി, ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജെറി അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം ജെറി പുറത്തു പോയതും കല്യാണി ചോദിക്കുക, കിരണേട്ടൻ ജീവൻ രക്ഷിച്ച ആളല്ലേ ചെറിയേട്ടൻ? അപ്പം പിന്നെ ചെറിയേട്ടനോട് സത്യങ്ങൾ പറയായിരുന്നു കിരണേട്ടാ. വേണ്ട കല്യാണി, നമ്മൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? നമുക്ക് വേണ്ടപ്പെട്ടവരും നമുക്ക് പ്രിയപ്പെട്ടവരും നമ്മളെ പ്രിയപ്പെട്ടവരായി നോക്കുന്നവരും മാത്രമേ ഈ കാര്യം അറിയാൻ പാടുള്ളൂ എന്നല്ലേ?
അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഇതാരും അറിയണ്ട. എന്തായാലും ഞാനൊരു കാര്യം പറയാം, എന്തൊക്കെ സംഭവിച്ചാലും ഈ സത്യം ആരും അറിയാൻ പാടില്ല. പിന്നെ ജെറിയോട് നമുക്ക് പതുക്കെ എപ്പോഴെങ്കിലും പറയാം. ശരി കിരണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ജെറി പുറത്ത് നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ജെറി ഗംഗാപ്രസാദായി വീണ്ടും സ്ലോ മോഷനിൽ നടന്നു പോവുകയാണ്. ജെറിയുടെ വരവെന്തിന്? കിരണിനെ ആക്രമിച്ചതും രക്ഷിച്ചതും ജെറി തന്നെ. അതിൻ്റെയൊക്കെ പിന്നിൽ രഹസ്യം കാർത്തികയുടെ കയ്യിലിരിക്കുന്ന സ്വത്തുക്കളാണ്. അതെല്ലാം തിരിച്ചു പിടിക്കാനായി ജെറി ചെയ്ത 18ാം അടവാണിതെന്ന് കല്യാണിക്ക് കിരണിന് മനസ്സിലാവുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ അത്യുഗ്രനാണ്. നമ്മുടെ ജെറിയുടെ എല്ലാ കള്ളങ്ങളും പൊളിച്ചടുക്കി ചുരുട്ടിക്കൂട്ടി കയ്യിൽ കൊടുക്കുന്ന അടിപൊളി വിശേഷങ്ങൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.